ഏതിന് പോണത് സാധ്യട്ടോ ഇതിലെ പോ അതൊന്നും വേണ്ടോ വേണോ എന്താ നല്ല മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഈ മാങ്ങല്ലേ കുറച്ച് ഒരു വർഷത്തോളം കേടുവരാത്ത രീതിയിൽ അച്ചാറിട്ട് വെക്കാൻ പോവാണ്. വിനാഗിരി ഒന്നും ചേർക്കണില്ല കേട്ടോ. അപ്പോൾ ഈ മാങ്ങ കഴുകിയിട്ട് നമ്മൾ ഇതിത്തെ വെള്ളമയം മൊത്തം കളയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടച്ചെടുക്കുന്നുണ്ട്. ഓ പൊന്നൂസേ എന്താ ചെയ്യുന്നേ? കൊറേ ഇത് തുടച്ചോ. ഇത് ഇത്രയും നല്ല കേട്ടോ മാങ്ങ ഉണ്ടായിരുന്നത്. എത്ര മാങ്ങ തിന്നു അമ്മോ? അതിന് വേണ്ട, നല്ല തുണി എടുത്തിട്ടോ. നല്ല തുണി തന്നെ അത് നല്ല തുണിയല്ല. അപ്പൊ ഇവര് കൊറേ ഇന്നലെ കൊണ്ടുവന്നതാണ്. കൊറേ ഇവര് തിന്ന് തീർത്തു. അപ്പൊ കുറച്ച് നമ്മൾ ഇന്നലെ വെറുതെ വേണ്ട ഉപ്പും മുളകും ഇട്ടിട്ട് കഴിഞ്ഞു. ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട് പിന്നെ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറില്ലേ, അതുണ്ടാക്കിട്ടോ. അപ്പൊ ഇത് എന്താ ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞു വെച്ചാല് നമുക്കിനി മഴക്കാലത്തേക്കൊക്കെ ഒരു ഉപകാരാവില്ലേ. എന്റെ കുട്ടി കണ്ടോടത്തേക്കിന് അടുത്ത വെള്ളം എടുക്കാൻ അയ്യേ എന്താ മതി ഓ എന്താ ഇത് മുത്തേ ഇതില് വെള്ളാക്കല്ലേ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്താണ് അവന് മാങ്ങ വേണമെന്ന് വൃത്തിയും വെള്ളമൊക്കെ തുടച്ചു കളയുന്നുണ്ട് കേട്ടാ. എന്തേ ചീത്ത പറഞ്ഞോ വല്യമ്മ? ചീത്ത പറയല്ലേ ചെയ്യണ്ടേ? ചീത്ത പറഞ്ഞോ? കുറച്ച് ചെനഞ്ഞക്കണം കേട്ടോ. നമ്മക്ക് ഇവിടെ മാങ്ങ ഇല്ലാത്ത കൊണ്ട് മാങ്ങ കിട്ടുമ്പോ ഇത് നമ്മളില്ലേ ഇങ്ങനെ കുറച്ച് വലിയ തരാം. നിങ്ങളെന്ന് എത്ര മാങ്ങ തിന്നക്കണു. ഇവർക്ക് പല്ലിന് പുളിപ്പൊന്നും ഇല്ല കേട്ടോ. ഇഷ്ടം പോലെ തിന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് വലിയ വലിയ കഷ്ണങ്ങളായിട്ടാണ് ഇടുന്നത്. അത്രയും വലുതുവാണെന്ന് ഓരോ കഷ്ണം തിന്നാ മതിയല്ലോ നിങ്ങൾക്ക്. ഇല്ലെങ്കിൽ ഉള്ളതൊക്കെ മാങ്ങച്ചാറൊക്കെ അച്ചാറുകൾ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ അധികം നിൽക്കില്ല. ഇതൊരു ശീലാക്കരുത്. മധുരം എങ്ങനെയുണ്ടാവും? അത് പുളിപ്പുള്ള മാങ്ങയാണ്. എനിക്ക് വേണ്ടക്ക് പല്ല് പുളിപ്പാ. ഒന്നും തോന്നിയില്ലേ മാങ്ങ എന്നിട്ട്? അമ്മുട്ടിയെ അച്ഛനും മാങ്ങ എന്നിട്ട് ഒന്നും തോന്നി? കണ്ണടക്കുന്നുണ്ട് കഴിച്ചിട്ട്. എങ്ങനെ കുട്ടിയോടെ ചോദിക്കുള്ളു. കുട്ടീനെ അച്ഛമ്മ ഉണ്ടായില്ലേ മാങ്ങ? ഇഷ്ടം പോലെ ഉണ്ട്. വെറുതെ മാങ്ങ വലിയ വലുത്. ഇത് നമ്മളിപ്പോ എടുക്കാൻ വേണ്ടിട്ടല്ല കേട്ടോ. ഇത് നാളെ അടുത്തേക്കാണ്. എനിക്ക് ഈ മാങ്ങ ഉപ്പിലിട്ടതില്ലേ ഉണ്ടെങ്കിൽ എന്ത് ഇഷ്ടാന്നറിയോ. എന്റെ അമ്മ ഞാൻ വീട്ടിക്ക് പോകുമ്പോഴേക്ക് എടുത്തു വെച്ചിട്ടുണ്ടാവും ഉപ്പിലിട്ടിട്ട്. നമ്മുടെ മൈക്ക് നമുക്ക് പണി തന്നോട്ടോ. ഈ ഭാഗത്തെ സൗണ്ട് പോയിട്ടാണ് നമ്മൾ ഇതിക്ക് എന്താ ആവശ്യത്തിനുള്ള മാങ്ങയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചില ഭാഗത്തൊക്കെ നമ്മുടെ മൈക്ക് എടുക്കാണ്ട് സൗണ്ടുകൾ ഇങ്ങനെ പോയിട്ടുണ്ട്. അതൊക്കെ കളഞ്ഞു, കായം കളഞ്ഞു, എണ്ണ കളഞ്ഞു അല്ലേ? അച്ഛൻ പിന്നെയും പോയി കുളിച്ചോ? കഴിഞ്ഞു അല്ലേ?
അൽ ബിലാൽ ഷെയ്ഖ് മുഹമ്മദ് അൽ അൽ കിച്ചു. അൽ കിച്ചു. ആ സാറേ എല്ലാം കൂടി എന്തായാലും നീ എന്താ വെറുതെ ചെറുക്കും? എന്താ പ്രശ്നം? എന്താ പ്രശ്നം? എന്താ വിഷമം എന്ന് പറഞ്ഞില്ലേ? ആ പറ. അമ്മ വന്ന് പോയി കഴിഞ്ഞല്ലേ അതാ പ്രശ്നം. ദിവസം ഭയങ്കര വിഷമം. അമ്മയുടെ കൂടെ നിക്കാൻ തോന്നുള്ളൂ ഏട്ടാ. എന്താ അത് വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴും എനിക്ക് സങ്കടമാണ്. ഇവിടെ അമ്മ ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഈ വൈകുന്നേരത്ത് വന്നു കഴിഞ്ഞാൽ രാവിലെ 7 മണിയാകുമ്പോ പോകുമ്പോ അമ്മയുടെ അടുത്തൊന്നും നേരം പോലെ നിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ അതൊരു സങ്കടം. എന്താ പറയാ, അത് അനുഭവിച്ചറിയുന്നവർക്ക് ഏതറിയുള്ളൂ. ഏട്ടന്റെ വീട്ടിൽ എന്നല്ലേ നിക്കണേ. ഏട്ടനമ്മ അച്ഛനെ കാണുന്നുണ്ട്, കൂടപ്പറപ്പുകളെ കാണുന്നുണ്ട്. ഞാൻ ഓണത്തിന് പോയതല്ലേ, അത് കഴിഞ്ഞിട്ട് പിന്നെ കണ്ടു. പക്ഷെ അവരുടെ അടുത്ത് നിന്നിട്ടില്ലല്ലോ. എനിക്ക് എന്റെ അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനും എന്റെ അമ്മയുടെ ഒപ്പം തീറ്റയാണ് അപ്പൊ എന്റെ പ്രശ്നം. അല്ല തീറ്റയാണ് പ്രശ്നിച്ചെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കാം. അല്ലാണ്ട് അപ്പൊ അമ്മേനെ ദിവസം കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ചോറും ഞാതി ഏതിന് പോണത്? സാധ്യട്ടോ ഇതിനെ പോ അതൊന്നും വേണ്ടോ. വേണോ എന്താ അങ്ങനെ ഉള്ളത്? സീരിയൽ കാണുകയാണ്. അത് പിന്നെ ഇനി അമ്മക്ക് കുട്ടികൾക്ക് ചക്കക്കൂട്ടാൻ കിട്ടിയ മാതിരി പറഞ്ഞത് കേട്ടില്ല. അപ്പൊ അതേപോലെ നമ്മളെ അവസ്ഥ. അമ്മ കുറച്ച് സീരിയൽ കാണാൻ പറ്റാതിരിക്കായിരുന്നു. ഇപ്പൊ അമ്മക്ക് ആക്രാന്തം സീരിയൽ കാണില്ല. പക്ഷെ വല്ലാണ്ട് കാണിക്കാനും പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്നറിയോ, നമ്മുടെ ഏഷ്യാനെറ്റ് മാത്രമേ കിട്ടുള്ളൂ. അല്ല ഏഷ്യാനെറ്റ് പ്ലസ് ന്യൂസ് ഒക്കെ അത് മതിയല്ലോ. കായ നമ്മള് വേറെ വറുത്തെടുക്കട്ടെ. അപ്പൊ എന്തായാലും എണ്ണ ചൂടാക്കല്ലേ. അപ്പൊ ചൂടാക്കുമ്പോ ഞാൻ ഈ കായ ഇതിലേക്ക് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ. തണ്ണിമത്തം പൊട്ടിത്തെറിച്ചോ? മാറിന്നോ തണ്ണിമത്തം പൊട്ടിത്തെറിച്ചിട്ടില്ലേ? ആ കിടങ്ങറായിരുന്നു. തണ്ണിമത്തം പൊട്ടിത്തെറിച്ചു ഇത്രേ. സുകന്യ നമ്മക്കും പൊട്ടിത്തെറിച്ചു. ഈ ചൂട് കാരണം നമ്മളും പൊട്ടിത്തെറിച്ചു. ദിവസം ഇവിടെ തണ്ണിമത്തം വാങ്ങട്ടോ. ഒരു ദിവസം തണ്ണിമത്തം വാങ്ങാതിരിക്കില്ല. ജ്യൂസ് ഒന്നും വേണ്ട കുട്ടി, അതങ്ങനെ കുടിക്കാൻ കൊടുത്ത ഈ തണുപ്പത്തിന്. അത് ജ്യൂസൊക്കെ അടിച്ച് അത് തിന്നാൻ കൊടുത്തോ? കുട്ടി അങ്ങനെ തിന്നോട്ടെ. ജ്യൂസ് അടിച്ചു കഴിഞ്ഞാൽ പഞ്ചാര ഉണ്ട്. ഇനി പഞ്ചാര ഇങ്ങോട്ട് വാങ്ങിട്ട് വന്നു കഴിഞ്ഞാൽ അപ്പൊ ജ്യൂസ് അടിയാണ്. ഇപ്പൊ ഇത് പഞ്ചാര വാങ്ങിട്ട് ഞാൻ ചടച്ചു. ആവശ്യമില്ലാണ്ട് പഞ്ചാര ഒന്നും തിന്നരുതേ. വേണ്ട, അതന്നെ ഞാൻ പറഞ്ഞു. ആവശ്യമില്ലാണ്ട് പഞ്ചാര തിന്നണ്ട. ഞങ്ങൾ സമ്മതിക്കില്ല കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് വൈകുന്നേരത്ത് ലച്ചുവോ പഞ്ചാര ആവശ്യമില്ലാണ്ട് തിന്നണ്ട കേട്ടോ. ഇന്ന് നമുക്ക് വൈകുന്നേരത്തില്ലേ ചോറൊക്കെ ഉണ്ട്. പക്ഷെ മക്കൾക്ക് പൊറോട്ട വേണമെന്ന് പറഞ്ഞിട്ടേ രാവിലെ വാങ്ങാൻ പറഞ്ഞപ്പോ അത് പറ്റില്ല എന്നല്ല, രാവിലെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഈ വൈകുന്നേരത്തെ അത്രേ പൊറോട്ട ഇവിടെ ഉള്ളൂ. അപ്പൊ മക്കള് പൊറോട്ട കാണാൻ പറഞ്ഞിട്ട് അനിയനെ പറഞ്ഞു വിട്ടു കേട്ടോ. അപ്പൊ മക്കളെന്നല്ലേ ഇല്ലല്ലോ. ഞാനും സുകന്യ അല്ല നിങ്ങള് രണ്ടാളും കൂടി പറയണ കേട്ടമാതിരി തോന്നിയില്ലേ? നിങ്ങള് രണ്ടാളും കൂടി പൊറോട്ട വേണമെന്ന് പറഞ്ഞ് കേട്ട പോലെ തോന്നിയില്ലേക്കും അറിയാം. അവള് ഓർഡർ ചെയ്ത് വാങ്ങുന്നത് നമ്പർ എന്റെ അടുത്ത് ഇല്ലാത്തോണ്ടാ പിന്നെ ഓർഡർ ചെയ്തത്. അല്ലെങ്കിൽ പോലെ പൊറോട്ട തല്ലായിട്ടുണ്ടാവും അവിടെ. ഹോട്ടലിൽ അക്കൗണ്ട് തുടങ്ങിക്കോ. പൊറോട്ട എന്ന് പറയുമ്പോൾ ഈ പൊറോട്ട എത്തിച്ചേരും അവര്.
അതിനെ പറഞ്ഞേ മാസം കൊണ്ട് കൊടുത്താ മതി. നമ്മുടെ കായല്ലേ ഒരുപാട് കായ ആയിട്ടുണ്ട്. കായം കായ ഈ എണ്ണല്ലേ ഒരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തൊന്ന് ചൂടാറിക്കട്ടെ കേട്ടോ. ആ പാത്രത്തില് മക്കൾ ഇവിടെ വെക്കാനേ പറ്റില്ല. അവിടെ കോഴി കിടക്കണില്ല വെച്ചിട്ടാ. ആ കോഴീനില്ലേ ഒരു കൂട്ടിൽ എല്ലാ കോഴിയും കൂടി ഇന്ന് ഒരു കൂട്ടിലെ കയറി കേട്ടോ. ഞാൻ കൊണ്ടിടാ പേടിക്കണ്ട. അങ്ങനെ കേറി ആരോ അതിന്റെ ഒരു വാതിലടച്ചു. പിന്നെന്താ ഇനി അതിനൊക്കെ പിടിച്ചിട്ട് പകുതിയും പകുതിയാക്കണം. ഒരു ദിവസം പണി. ഇത് മൂന്നും ഞാന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കട്ടെ കേട്ടോ. അമ്മുട്ടിയെ പഞ്ചസാര ഇടരുത്. അങ്ങനെ എടുത്തോണ്ട് കഴിച്ചോളൂ കേട്ടോ. ആ അല്ല അത് രണ്ടും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ കഴിച്ചാൽ മതി. അങ്ങനെ കഴിച്ചോളൂ. ഇന്നലെ 4 മണിക്ക് 1 കിലോ പഞ്ചസാര വാങ്ങിക്കൊടുന്നതാണ്. ഇന്നലത്തെ ഒരു തണ്ണിമത്തൻ ജ്യൂസ് കൊണ്ട് 1/2 കിലോന്റെ മുകളിൽ. ഇന്ന് ഉച്ചക്ക് എന്താ ഉണ്ടാക്കി കൊണ്ടുവന്നില്ല. ഇന്നും തരുന്നത് ഇന്ന് ജ്യൂസ് ഉണ്ടാക്കി. ഇന്നലെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കി. ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാ കേട്ടോ. ആ ആശ്വാസാവും. പഞ്ചാര ഇടയ്ക്കിടയ്ക്ക് പഞ്ചാര വാങ്ങിക്കൊണ്ട് വെക്കി വലിയ ആശ്വാസം തോന്നുന്നില്ല അത് കേട്ടോ. ലൈറ്റ് ഒന്ന് നിർത്തിയാൽ എനിക്കിതൊന്ന് അടിക്കാൻ പറ്റും. ആ നിർത്തിക്ക. എന്തായി കഴിഞ്ഞാ വേഗം കുടിക്കുന്നല്ലേ. അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കട്ടെ. വേഗം കുടിച്ചോളൂ. ഞാൻ കുടിച്ചിട്ടേ ഇല്ല. ഞാനൊരു ശേഖരം കുടിച്ചിട്ടില്ല. ആരാ കുടിച്ചു? അത് പൊന്നൂസിന് കൊടുക്കുക ഞാനത്. കുഞ്ഞച്ഛന് കഴിയുകയും ചെയ്തപ്പോ. ആ ഉണ്ട്. പൊന്നൂസിനോ? അച്ഛനോ? ആരാത്? ചേച്ചോട്ടനെ പൊന്നൂസ് എവിടെ? പൊന്നൂസേ ഈ തണ്ണിമത്തന്റെ തൊലി ആരും കളയരുത് കേട്ടോ. തണ്ണിമത്തന്റെ തൊലിയും കൊണ്ട് അച്ചാർ ഉണ്ടാക്കാം, ഉപ്പേരി ഉണ്ടാക്കാം, കറി ഉണ്ടാക്കാം. ഉണ്ടാക്കി പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമോ? പൊറോട്ട ഉണ്ടാക്കാൻ പറ്റുമോ? എന്നപ്പോ അത് പറഞ്ഞുകൊണ്ടല്ല അതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ആ വണ്ടിയിലൊന്ന് കയറ്റി വെച്ചു തന്നെ. അതിനാ ജിജി പറയുന്നത്. ജിജി എവിടേക്കാ ജിജി പോണ്? ജിജി എവിടേക്ക് പോണ്? എവിടേക്ക് പോണ്? എവിടേക്കാ ജിജി പോണ്? എന്താ നമ്മളതിക്ക് കായം, ഉലുവ, കടുകൊക്കെ പൊടിച്ചതല്ലേ കൊടുക്കണ്ടേ. അതേപോലെ നമ്മള് മറ്റേത് അരിഞ്ഞ് വെച്ചില്ലേ കുട്ടി. നമ്മള് നേരത്തെ അച്ചാറിടാൻ വേണ്ടിട്ട് അരിഞ്ഞു വെച്ചില്ലേ. അപ്പൊ അതില് നമ്മൾ ഇതേപോലെ ഈ കായവും ഉലുവയും പൊടിച്ച് വെട്ട് കൊടുത്തിട്ട്. എന്താടി നമ്മള് നേരത്തെ പുറത്തേക്ക് കാണട്ടെ എല്ലാരും. നേരത്തെ നമ്മള് അച്ചാറിടാൻ വേണ്ടി വെച്ചതിലും ഇതേപോലെ കായ ഉലുവി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതില് നമ്മള് കടുക് ഇട്ടിട്ടില്ല, അതിനെ കാണിച്ചില്ല മാത്രം. അപ്പൊ അതിലും തിരുമ്പി അവിടെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഇതല്ലേ നമ്മുടെ പ്രധാനം. അത് നമ്മൾ അച്ചാറിടുന്നത് വീഡിയോ കാണിച്ചിട്ടുണ്ട്. ആരൊക്കെ അടികൂടുന്നവര്? ആ നീയാണോ ഒന്ന്? അല്ല, എന്റെ മുട്ടായി കഴിഞ്ഞപ്പോ അതിലൂടെ സ്ട്രോ വർക്കിപ്പിക്കാറുണ്ടോ? കുടിച്ചു. സാരില്ല അങ്ങനെയല്ലേ ഉണ്ടാവുക. നിങ്ങൾ ഏത് സമയം
ഇപ്പൊ തല്ലൂടും, കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരും മിണ്ടാൻ നിൽക്കും. അപ്പൊ ഇവരുടെ കാര്യത്തിൽ, മക്കളുടെ കാര്യത്തിൽ നമ്മള് തല്ലൂടുമ്പോ ഇടപെടാൻ പാടില്ല കേട്ടോ. വലിയ തല്ലാവുമ്പോ കഴിക്കാത് കഴിഞ്ഞിട്ട് നീ ഇതിലേക്ക് നമ്മളില്ലേ നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇതിന്റെ ഒരു മണമൊന്നും തോന്നില്ലേ? മണൊക്കെ നല്ല വരുന്നുണ്ട്. നല്ല കായത്തിന്റെ ഉലുവടയും അതേപോലെ കടുകിന്റെ ഒക്കെ മണം ഉണ്ട് കേട്ടോ. ഇനി നമ്മളില്ലേ ചൂടാറിയ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടേ. പൊന്നു അതാ ഓടുന്നു, തലങ്ങും വിലങ്ങും ഓടുതന്നെയാണ്. ഓ പൊന്നു, പൊന്നു എന്തന്വേഷിച്ചാ നീ ഇങ്ങനെ ഓടുന്നു? ചൂട് പിടിച്ചിട്ടങ്ങനെ ഓടുന്നു. പിന്നെ ഇത് കുപ്പിയിലാക്കി വെക്കുമ്പോഴും ഒക്കെ അല്ലേ നമ്മളിപ്പോ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തില്ലേ. ഇനി ഇതില് ഒന്നും കൂടി നാളെ രാവിലെ ആകുമ്പോഴേക്കും ഇതിന്റെ ഒപ്പം ഈ നല്ലെണ്ണ വരും കേട്ടോ. നമ്മള് കുപ്പിയിൽ മാങ്ങ എപ്പോഴും താഴി എണ്ണ മുകളിലും ആയിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും അങ്ങനെ വരുന്ന രീതിയിൽ വേണേ. അല്ലാതെ നമ്മളിത് മാങ്ങ പൊന്തിയിട്ട് എണ്ണ ഇല്ലാതെ കഴിഞ്ഞു വെച്ചാലേ അത് പെട്ടെന്ന് ഇങ്ങനെ മാങ്ങ പൂപ്പല് പിടിക്കില്ലേ. അങ്ങനെ പൂപ്പല് പിടിച്ചിട്ട് പൂപ്പല് പിടിക്കും, സൂപ്പറാവും. അപ്പൊ പൂപ്പല് പിടിക്കും, സൂപ്പറാവും. അപ്പൊ നമ്മള് പിന്നെന്താ തിന്നണ പൂപ്പല് പിടിച്ചിട്ട്? കണ്ടോ, നമ്മളിതില് വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടില്ല, കേട് വരാതിരിക്കാൻ വേണ്ടിട്ട്. പക്ഷെ ഇത് ഒരാഴ്ച കഴിയാതെ ഇതെടുത്ത് കഴിക്കാനും പറ്റില്ല കേട്ടോ. ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കൊക്കെ നമ്മള് ഇതിലും ഇങ്ങനെ പറയട്ടെ അലിഞ്ഞു പോവാന്നൊക്കെ പറയില്ല, എല്ലാം പിടിച്ചിട്ട് ഒരു കുറച്ച് ബലം കമ്മിയാവില്ലേ, അങ്ങനെ ആവും, ചുങ്ങും. അതിനാണ് പത്രം പറഞ്ഞു പെട്ടെന്ന് കിട്ടണ്ടേ. നാളത്തെ വീഡിയോ നമ്മുടെ അച്ചുവിനെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എടുക്കുക. അച്ചു എന്തെങ്കിലും ഉണ്ടാക്കണ വീഡിയോ. എന്തോ ആരാ ലച്ചോ? അല്ലെ, ഞാൻ ഉണ്ടാക്കുമ്പോ ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് കുറ്റല്ലേ, ഇങ്ങോട്ട് വന്ന് ചെയ്യേ. വേണ്ടോ ചപ്പാത്തി ചപ്പാത്തി അപ്പതാ നമ്മുടെ ഇനി കുറച്ച് നാളെ ഒക്കെ ആകുമ്പോ ഞാൻ നാളത്തെ നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അതിൽ എണ്ണ അങ്ങനെ മൂളിക്ക് പൊന്തി വരും. നമ്മള് ഇത് എപ്പോഴും ശ്രദ്ധിക്കുക, ഇതിന്റെ എണ്ണ മൂളിക്ക് എന്തായാലും പൊന്തി വരും കേട്ടോ. നമ്മളിപ്പോ 200 എണ്ണയിലിട്ടെടുത്ത് 200 എണ്ണയാണ് എടുത്തത്. ഇതൊരു 2 കിലോന്റെ മുകളില് മാങ്ങ ഉണ്ടാവില്ലേട്ടാ? ഉണ്ടാവില്ലേ? ഉണ്ടല്ലേട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തൂക്കിയിട്ടൊന്നല്ലല്ലോ, നമ്മള് കാണുമ്പോ ഉണ്ടാവും, അപ്പൊ തൂക്കുമ്പോ ഉണ്ടാവണ്ട. കാരണം എനിക്ക് അങ്ങനെ ഈ അളവ് പറഞ്ഞുതരാൻ, ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ അളവ് പറഞ്ഞുതരാൻ എനിക്കറിയില്ല കേട്ടോ. കാരണം നമ്മളെ വാങ്ങണ സാധനങ്ങള് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അതിന് അനുസരിച്ചിട്ടുള്ളതാണ് ഞാൻ എടുക്കുക. നമ്മള് കുറച്ച് വേണമെങ്കിലും ഉണ്ടാക്കും, കൂടുതൽ വേണമെങ്കിലും ഉണ്ടാക്കും. എത്ര പേർക്കും ഒരു 50 പേർക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമാണ്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനുശേഷം ഉണ്ടാക്കുന്നത് കുറച്ച് കഷ്ടമാണ്. 50 പേരിന് കൂടുതൽ, കാരണം ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. നമ്മളെ അച്ഛന്റെ ഒക്കെ ഇതിനും അതേപോലെ നമ്മുടെ വീട്ടിലെ ഓരോ ഫംഗ്ഷനൊക്കെ വരുമ്പോഴൊക്കെ നമ്മൾ തന്നെയാണ് ഉണ്ടാക്കാറ്. ഇതെന്താ അടുക്കളയിലുള്ള കലാപം? പൊറോട്ട അടി അല്ല, കുഞ്ഞച്ഛന് ജ്യൂസ് കുറച്ചുള്ള ശരി. ജ്യൂസ് കുറച്ചുള്ള പറഞ്ഞിട്ടാ. അപ്പൊ ഇത് നാളേക്ക് മുമ്പേക്ക് ശരിയാവേ. ഇനിയിപ്പോ ഇത് എടുക്കണ്ട. കണ്ടോ കണ്ടോ കണ്ടോ, ഒന്നും കൂടി കാണിച്ചു തരാണ് കേട്ടോ. മതി, ഇതിപ്പോ ഒരു 4 പ്രാവശ്യം കാണിച്ചു കേട്ടോ. ഇന്നെ കണ്ടോ പറഞ്ഞിട്ട് വിളിക്കരുത്. ഇല്ല, അത് അസുഖന്യ പറയുന്ന കണ്ടോ കണ്ടോ, ഇനി വിളിക്കരുത് അങ്ങനെ. അപ്പൊ മക്കള് പൊറോട്ട കഴിക്കാനുള്ള തത്രപ്പാടും കാര്യങ്ങളിലൊക്കെയാണ്. ഇതേപോലെ ഉണ്ടാക്കാത്തവര് ഉണ്ടാക്കി നോക്കി നോക്കൂട്ടോ. ഉണ്ടാക്കി നോക്കി നിങ്ങൾ എടുത്തു വെച്ചോളൂ. ഇത് ഫ്രിഡ്ജിൽ ഒന്നും എടുത്തേക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഭരണി ഉണ്ട്. ഭരണി ഇന്ന് എന്താണെന്നറിയോ നമ്മള് ഭരണിയിൽ ഇടാത്തത്? ചൂട് എന്തിനാ? എണ്ണ വെച്ച് ചൂടില് ചൂടാറിയ എണ്ണ തന്നെയുണ്ടല്ലോ. അതൊന്ന് എണ്ണ ചൂടാക്കിയിട്ട് അത് ചൂടാറിയിട്ടാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഭരണിയിൽ എന്താ ആക്കാത്തെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഉപ്പുമാങ്ങ ഭരണിയിലുണ്ട്. അപ്പൊ അതൊന്ന് ഒഴിവാക്കിയിട്ട് വേണം
ഇതിട്ട് വെക്കാന്. പിന്നെ ഇത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കളൊക്കെ സ്കൂളില്ലാതിരിക്കുന്ന സമയമല്ലേ, നമുക്കത് കൊറേ വർഷങ്ങളൊന്നും എടുത്തു വെക്കാനുള്ള ഇതില്ല, വേഗം നമ്മുടെ കഴിയും. പാത്രം വലിയ പാത്രമായി അരിഞ്ഞിട്ടത്, സംഭവം കുറച്ച് ഇല്ലേനു കേട്ടോ. നമ്മള് ഇപ്പൊ തന്നെ ഉണ്ടാക്കിയിട്ട് ഇപ്പൊ തന്നെ കഴിക്കാനുള്ള അച്ചാറാണ് കേട്ടോ അത്. ഇതില് നമ്മൾ എങ്ങനെയാ പറഞ്ഞല്ലേ, മുളക് പൊടി, ഉപ്പ്, കായം, ഉലുവ ഇത്രയും ഇട്ടിട്ട് ഇളക്കി വെച്ചതാണ്. ഇനി നമ്മളില്ലേ നല്ലപോലെ നല്ലെണ്ണ ചൂടായിട്ട് അതിൽ കടുകിട്ടിട്ട് താളിക്കും. ഇല്ല പറഞ്ഞാൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് താളിച്ച് കറിവേപ്പിന്റെ ഇല ഇടും കേട്ടോ. ഇത്രയേ നമ്മൾ ചെയ്യുള്ളൂ. അതെല്ലാവർക്കും അറിയണതല്ലേ. എന്തോ ഇരുന്ന് ഒപ്പിക്കണ്ടോ, എന്താ നോക്കിക്കോ, മെല്ലെ എന്തോ ഒപ്പിക്കണ്ടോണ്ട്. എന്താ ഇത് വേണ്ട ഉപ്പുണ്ട്, ഉപ്പും മുളകൊക്കെ പാടെ കുറച്ച് വാങ്ങിയതാണ്. ഇവര് പേടിച്ചിട്ടില്ലേ ഒരു സാധനം നമുക്ക് പുറത്ത് വെക്കാൻ പറ്റില്ല. ഓടക്കോല് കാടില്ല, കത്തി വെക്കാൻ പാടില്ല, എല്ലാം വെച്ച് ചോര പകരും. എന്തമ്മ ഇത് വേണോ? ഇത് വേണ്ട മുത്തേ, ഇത് കഴുകണം അമ്മ കുട്ടിച്ചേ. മുത്തേ ഈ കള്ളത്തിനൊക്കെ എപ്പോഴാണ് ഈ കുട്ടി പഠിച്ചത്? എന്റെ അമ്മ കാല് ഒമ്പോന്റെ കുട്ട കാല് വേനിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ എവിടുന്നാണ് ഈ കള്ളത്തിനൊക്കെ വരുന്നത്? ഒഴിഞ്ഞു കൊടുക്കട്ടെ പാവം. കയ്യിലോ എടുക്കാന് തീറ്റ എങ്ങനെ ചെറിയ കഴിഞ്ഞപ്പോ അപ്പോഴേക്കുള്ള അംഗങ്ങളപ്പോ കുട്ടി ജയിച്ചു, കുട്ടീനെ എടുത്തില്ല. എന്തൊക്കെ വികൃതിയാന്നറിയപ്പെടോ. ഇപ്പൊ സന്തോഷായില്ലേ? സന്തോഷായില്ലേ? ഞങ്ങൾ കഴിക്കുന്നതിന്റെ ഇടയിലാണ് കേട്ടോ എടുത്തേക്കണേ. അപ്പൊ അത് എന്താ എങ്ങനെയെങ്കിലും കഴിക്കൽ നിന്നുണ്ട് ഒഴിവായി കിട്ടണം. ഷോപ്പിംഗ് ആണ്. അപ്പൊ എന്താ അവന് കഴിക്കാൻ കൊടുക്കുകയൊക്കെ ചെയ്യട്ടെ. എന്താ അവിടെ ഒരു തിരക്ക്? തിന്നാൻ കൊടുക്കണ കോലാണിത്. ഒരു 16 ആള് വേണല്ലോ തിന്നാൻ കൊടുക്കാൻ. അമ്മച്ചേച്ചിടത്ത് എല്ലാ പൊന്നാരം നടക്കും. അപ്പൊ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഭരണിയിലിടാത്തത്, കാണിക്കാത്തത്. കാണിക്കാലോ. ഇപ്പൊ നാളേക്ക് അത് അതില് മസാല ഇതൊക്കെ പിടിച്ച് സെറ്റ് ആയിട്ട് ഇടാന്ന് വിചാരിച്ചിട്ടല്ലേ. അപ്പൊ നാളത്തെ ഒരു വീഡിയോയില് ഏതെങ്കിലും ഒരു ഭാഗത്ത് കാണിച്ചു കൊടുക്കുക. അല്ല ഇനി ഭരണിയിലിട്ട് വെച്ചാലും ഞാൻ ഉള്ള കാര്യം പറയാലോ. ഭരണിയിലിട്ട് വെച്ചാലും ഒരാഴ്ച കഴിയുമ്പോഴേക്കും നമ്മുടെ എന്താ മക്കൾക്ക് സ്കൂളില്ലാതിരിക്കല്ലേ. കുഴപ്പമില്ല, ഭരണിയിൽ എന്നിട്ട് കുറച്ച് വെച്ചോ, അത് പകുതി അങ്ങനെ ഇട്ട് വെച്ചോ, ബാക്കിയുള്ളത് എങ്ങനെ എന്താ കഴിച്ചോട്ടെ. നമ്മുടെ എന്തായാലും ഇനി മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് ഓരോ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കാണിച്ചു തരാം കേട്ടോ. കാരണം ഇതൊക്കെ മഴക്കാലത്തേക്കും അതേപോലെ കിട്ടാത്തവർക്കൊക്കെ എടുത്തു വെക്കാച്ച ഉപകാരമല്ലേ കേട്ടോ. അതെ, നിർത്തുക. എന്താ ഒന്ന് മാമുണ്ണാണല്ലോ, രംഗാണ് ഇപ്പത്. ഇങ്ങനെയൊക്കെയാണ് മാമുണ്ണ്. നാണക്കട് പൊന്നൂസേ, നാണക്കട് പൊന്നൂസേ, നാണക്കട കേട്ടോ. എവിടേക്ക്? അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് ടാറ്റ ഒത്തടി. ടാറ്റ 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 അല്ലേ? എന്നാ വേണ്ട.